നിങ്ങൾ ആരോടെങ്കിലും ഹിംസ പ്രയോഗിച്ചാൽ അതിൽ കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല. ഗുജറാത്തിൽ ഈ കലാപം അരങ്ങേറുമ്പോൾ ഗർഭിണിയുടെ ഗർഭപാത്രം വാളുകൊണ്ട് പുറത്തെടുക്കുമ്പോൾ കുറ്റബോധമില്ല. എന്താ കുറ്റബോധം ഇല്ലാത്തത്? ആത്മാവിന് മരണമില്ല എന്ന് പറയുന്ന സിദ്ധാന്തം. അതുകൊണ്ട് കൊന്നാലും കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്ന സിദ്ധാന്തം. അതുകൊണ്ട് നാരായണ ഗുരുസ്വാമികൾ ഓർമ്മിപ്പിച്ചു, കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയും ആർന്നിടിലും. നിങ്ങൾക്ക് എന്തൊക്കെ നന്മയുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ കൊല്ലുന്ന പ്രത്യയശാസ്ത്രമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ശരണ്യതയില്ല. പിന്നീട് നടരാജ ഗുരുവിനോട് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു, ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം. ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം. ഗീത ഉപദേശിച്ച കൃഷ്ണൻ ദുഃഖിച്ചാലും വംശഹത്യയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾക്ക് ഒരിക്കലും ദുഃഖമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ ഒരു ക്ലീഷ എടുത്തിട്ട് വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 2002 നടന്ന കലാപം, ഗോത്ര കലാപത്തിൻ്റെ ബാക്കിയായിട്ട് ഗുജറാത്തിൽ പടർന്നു പിടിച്ച കലാപത്തിൻ്റെ സമയത്ത് നടന്ന ഒരു കൊലപാതകത്തിനെ പിടിച്ചിട്ട് ഗർഭിണിയുടെ ഗർഭപാത്രം എടുത്ത് വാളുകൊണ്ട് പുറത്തിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി നമുക്ക് ഗൂഗിളിൽ വളരെ വ്യക്തമായിട്ട് ലഭ്യമാണ്. അത് നരോദാപാടിയിൽ കൊല്ലപ്പെട്ട ഗർഭിണിയായിട്ടുള്ള കൗസർ ബാനു എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ JS കനോറിയ 2010 പ്രത്യേക കോടതിയിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത്. ദയവ് ചെയ്ത് വീണ്ടും ഇത് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. പിന്നെ അടുത്തത്, ഇവിടെ 3 നമ്മളുടെ ഗുരുക്കന്മാരെയാണ് ഇദ്ദേഹം അപമാനിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ. 3 ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദനെ അപമാനിച്ചിരിക്കുകയാണ്, അതോടൊപ്പം തന്നെ ഭഗവാൻ കൃഷ്ണനെ അപമാനിച്ചിരിക്കുകയാണ്, ശ്രീനാരായണ ഗുരുവിനെ ഇദ്ദേഹം അപമാനിച്ചിരിക്കുകയാണ് വാസ്തവരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഭഗവാൻ കൃഷ്ണൻ ദുഃഖിച്ചിരിക്കും എന്ന് നടരാജഗുരുവിനോട് പറഞ്ഞെങ്കിൽ നടരാജഗുരു അത് ഇദ്ദേഹത്തിനോട് പറഞ്ഞോ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകത്തിലാണ് ഇതുള്ളത്? എന്ത് ധൈര്യമാണോ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളത്? പിന്നെ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഭഗവത്ഗീത തരുന്നൊരു ചിന്തയാണ് ആത്മാവിന് നാശമില്ല എന്നുള്ളത്. അപ്പം ഇയാളിത് പറഞ്ഞു വെക്കുന്നത് ഇത് കലാപ ആഹ്വാനമാണെന്നാണ്. അതായത് ഈ ചിന്ത കൊണ്ട് കുറ്റബോധമില്ലാതെ ആൾക്കാരെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ടാണ് ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഇയാൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇയാൾക്ക് ഉറപ്പാണ്, ഇയാൾക്ക് ഫണ്ട് ഉണ്ടായിരിക്കണം. അല്ലാതെ ഇങ്ങനെയൊക്കെ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ കടന്നാക്രമണം നടത്തേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളത് കേരള